ഗൈസ് ഇന്നേ നമുക്ക് ഒരു കൊഴുവ കറി വെക്കണം എങ്ങനെയാണ് നോക്കാം കേട്ടോ. അത് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം ചട്ടി വെച്ചിട്ട് ആദ്യം നല്ല കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം കേട്ടോ. ഹലോ, ഞാൻ ഇങ്ങനെയുണ്ട് വെക്കണത്. ആ വെളിച്ചെണ്ണ നല്ലോണം ഇട്ടിട്ട് നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ തേങ്ങ മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് വെച്ചേക്കുന്നതുണ്ട്. നല്ല പേസ്റ്റ് പോലെ വരണം കേട്ടോ. ശരിക്കും ഇതിന് മാങ്ങയാണ് നല്ലത്. പക്ഷെ മാങ്ങ ഇല്ല ഇന്ന്, അതുകൊണ്ട് ഞാൻ പുളിയായിട്ടത്. നല്ല അടിപൊളി വെള്ള കൊഴുവയാണ് കേട്ടോ. നല്ല നെയ്യൊക്കെ ഉള്ള കൊഴുവയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചേക്കണ കൂട്ടിടണം. ഹലോ ഗൈസ്, അപ്പോൾ തേങ്ങ അരച്ച് വെച്ചേക്കണത് ഇട്ടിട്ട് ഇതിലേക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം തിളക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. ഗൈസ്, ഒരുപാട് വെള്ളമൊന്നും കൊണ്ട് ഒഴിക്കരുത് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം കേട്ടോ. ചെമ്മീനുണ്ടായിരുന്നു ഗൈസ്, നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു. അത് ഞാനൊന്ന് ഇഞ്ചിയും ഉപ്പും എല്ലാം ഇട്ടൊന്ന് വേവിച്ച് വെക്കണേണ്. ഈ ഇരിക്കണ മീൻ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ടൊന്ന് പുരട്ടി ഫ്രൈ ചെയ്യാനുള്ളതാണിത്. ഹലോ, അപ്പം നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫിഷ് ഇട്ട് കഴിഞ്ഞ് ഉപ്പ് പുളിയൊക്കെ നോക്കിയിട്ട് നല്ലോണം ഈ ഗ്രേവി നല്ലോണം കുറുകി വന്നവരെ ഇനി അത് നല്ലോണം, ഇവിടെ അധികം പുളി ഒന്നും ഇവിടെ പറ്റില്ല. പുളി അധികം പറ്റില്ല, എരിവും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരട്ടെ. പിന്നെ വറുക്കാനുള്ളത് ഇവിടെ ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ചൂടോടെ വറുത്തെടുക്കാം നമുക്ക്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരിത്തിരി ഒരു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ആവും. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഓക്കെ ആവും. പുളിയും ഉപ്പും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഹലോ, അപ്പോൾ നമുക്ക് ഈ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി ആണ്ടാൻ വെച്ചേക്കണം. ഇതിന് പെട്ടെന്ന് അങ്ങനെ നല്ലതായിട്ട് ഇളകി പോരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ചെറിയ മീൻ ഫ്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് വന്നു. അത് നല്ലോണം ഒരുക്കി എടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ പാവക്ക തോരൻ കേട്ടോ, അത് കാണിക്കണം എന്തിനാണ്. അപ്പോൾ പാവക്ക തോരനും ഇതും കൊഴുവാക്കറിയുമാണ് ഇന്നത്തെ ലഞ്ച്. ഓക്കെ.